നമസ്തേ. ഇന്ന് നമ്മൾ പ്രവീൺ പൂർവാർദ്ധ പരീക്ഷയിലെ ഒന്നാമത്തെ പേപ്പറിലുള്ള ഗബൻ എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഗബൻ എന്നുള്ളതിൽ നിന്നും എഴുതാൻ വരുന്നത് ചരിത്ര ചിത്രൻ ലിഖിയെ ഔർ ടിപ്പണി ലിഖിയെ, ഇപ്രകാരമുള്ള ചോദ്യങ്ങളായിരിക്കും അതിൽ നിന്നും ഉണ്ടായിരിക്കുക. ഗബൻ എന്നുള്ളതിലെ കഥാപാത്രങ്ങളാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെയാണ് കുറച്ച് ചരിത്ര ചിത്രൻ ലിഖിയെ വരുന്നതും കൂടാതെ ടിപ്പണിയാം ലിഖിയെ എന്ന് വരുന്നതും. ചരിത്ര ചിത്രനിൽ ജാൽപ തുടങ്ങി ദയാനാഥ് വരേക്കും പഠിച്ചിരിക്കണം, 4 എണ്ണം പഠിക്കണം. ടിപ്പണിയിൽ വന്ന് ജോഹര 8ാമത്തേത് തുടങ്ങി ഇന്ദുഭൂഷൺ വരേക്കും പഠിച്ചിരിക്കണം. ഗബനിലെ ആദ്യത്തെ ചരിത്ര ചിത്രനിൽ വരുന്ന കഥാപാത്രം ജാൽപ എന്നുള്ളതാണ്. ഗബൻ എന്നുള്ളത് എഴുതിയിരിക്കുന്നത് ഉപന്യാസ ചക്രവർത്തിയായ മുൻഷി പ്രേംചന്ദ് ജിയാണ്. അദ്ദേഹത്തിൻ്റെ വളരെയധികം നല്ലൊരു ഉപന്യാസത്തിൽ നിന്നും ഒന്നാണ് ഗബൻ എന്നുള്ളത്. അതിലെ പ്രധാന കഥാപാത്രമാണ് ജാൽപ. ഉപന്യാസ് സാമ്രാട്ട് മുൻഷി പ്രേംചന്ദ് के उन्नतम उपन्यास गबन की नायिका है जाल्पा. अपनी आकर्षक शैली तथा उन्नतम विचारों से समाज के साथ व्यक्ति के भी यथार्थता पर प्रकाश डालने वाले मुंशी प्रेमचंद जाल्पा के द्वारा नारी के गुणों पर प्रकाश डालते हैं. ജാൽപ ഭാരതീയ महिला का ज्वलंत उदाहरण है. ഉപന്യാസ ചക്രവർത്തിയായ മുൻഷി പ്രേംചന്ദിൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട നോവലുകൾ ഗബൻ എന്നുള്ളതിൽ നായികയാണ് ജാൽപ. തൻ്റെ ആകർഷകമായ ശൈലിയിലൂടെയും നല്ല ഉയർന്ന ചിന്താഗതിയിലൂടെയും സമാജത്തോടൊപ്പം വ്യക്തികളുടെ യഥാർത്ഥ രീതിയെ ചിത്രീകരിക്കുകയാണ് അദ്ദേഹം ഇതിലൂടെ ചെയ്യുന്നത്. ജാൽപയിലൂടെ നമ്മൾക്ക് പരിചയപ്പെടുത്തരുന്നത് ഒരു സ്ത്രീയുടെ ഗുണങ്ങളെക്കുറിച്ചാണ്. ജാൽപ ഭാരതീയ സ്ത്രീയുടെ നല്ലൊരു ഉദാഹരണവും കൂടിയാണ്. ആഭൂഷൺ പ്രേം, ജാൽപയുടെ ആഭരണത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ബച്പൻ സേ ഹി ജാൽപ ആഭൂഷൺ പ്രിയ ടഹർത്തി ഹെ. കുട്ടിക്കാലം മുതൽ തന്നെ ജാൽപയ്ക്ക് ആഭരണങ്ങളോട് വളരെയധികം ആഗ്രഹമായിരുന്നു. ബച്പൻ മേ വ കിലൗനോ സേ നഹി ആഭൂഷൺ സേ കേൽത്തി തി. കുട്ടിക്കാലത്ത് തന്നെ അവൾ കളിപ്പാട്ടങ്ങളല്ല ആഭരണങ്ങൾ കൊണ്ട് കളിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഉസ്കെ പിതാജി ബി ഉസേ കേൽനെ കെ ലിയെ കിലൗനെ നഹീ ദേക്കർ ആഭൂഷൺ ലാക്കർ ദിയാ കർത്തേ തെ. അവളുടെ അച്ഛൻ അവൾക്ക് കുട്ടിക്കാലത്ത് കളിക്കാൻ വേണ്ടിയിട്ട് കളിപ്പാട്ടങ്ങളല്ല പകരം ആഭരണങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ കാരണം ആഭൂഷൺ കെ പ്രതി ഉസ്കെ മോഹ് ബച്പൻ സേ ഹി ബഡ്താ രഹ. ആ കാരണം കൊണ്ടുകൾ തന്നെ അവൾക്ക് ആഭരണത്തോട് വളരെയധികം മോഹം ഉണ്ടായിരുന്നു. അപ്നി മാതാ ഔർ കാക്കി കെ ആഭൂഷൺ കെ പ്രതി ഉസ്കെ രുചി നിരന്തർ ബഡ്തി രഹി. അവളുടെ അമ്മയുടെയും ചെറിയമ്മയുടെയും എല്ലാം തന്നെ ആഭരണത്തോട് അവൾക്ക് വളരെയധികം ആഗ്രഹമായിരുന്നു. അപ്നെ മാം കെ ഗലെ മേം ചന്ദ്രഹാർ ദേക്കർ വ ഖില ജാത്തി ജാൽപ ഉസേ പാനേക്ക് ഇച്ഛാ കർത്തി. അമ്മയുടെ കഴുത്തിലുള്ള ഒരു ചന്ദ്രഹാരം കണ്ടുകൊണ്ട് അവൾ വളരെയധികം മോഹിച്ചിരുന്നു. ജാൽപ അത് നേടുന്നതിന് വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു. ജാൽപ കി മാം കഹത്തി ഹേ കി ഷാദി കെ ബാദ് സസുരാൽ മേ തുജെ ചന്ദ്രഹാർ മിലേഗ. കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആ മാല ലഭിക്കുമെന്ന് പറയുമായിരുന്നു. ജാൽപ ഇസി പ്രതീക്ഷാമേ രജാത്തി. അവൾ അതും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. ലേക്കിൻ ഷാദി കെ ബാദ് ജബ് ഉസേ ചന്ദ്രഹാർ നഹി മിൽത്ത തബ് ഉസ്കാ മൻ ബുജ് ജാത്താ ഹെ. അവൾക്കത് ലഭിച്ചില്ല. അതിൽ അവൾ വളരെയധികം വിഷമിച്ചു പോകുന്നു. ആഡംബര പ്രേമിയായിരുന്നു ജാൽപ. ബഡി ബഡി ആംഖോം വാലി ജാൽപ കി ഷാദി രമാനാഥ് കെ സാത്ത് ഹോത്തി ഹെ. വളരെ നല്ല ഭംഗിയുള്ള കണ്ണുകളോടുകൂടിയ ജാൽപയുടെ വിവാഹം രമാനാഥിനോടൊപ്പം നടന്നു. अपना रूपवती पत्नी से प्रेम करने वाला रमानाथ उसके लिए कुछ भी करने के लिए तैयार रहता. തൻ്റെ വളരെയധികം ഭംഗിയുള്ള ഭാര്യയുടെ ആ സ്നേഹം പിടിച്ചു പറ്റുന്നതിന് വേണ്ടി രമാനാഥ് വളരെ നല്ല കാര്യങ്ങളെല്ലാം എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. ജാൽപ കെ मन में अपने लिए अलग स्थान पाने के उद्देश्य से रमानाथ उसे झूठ बोलता है कि बैंक में बहुत रुपये है. ജാൽപയുടെ മനസ്സിൽ ഇടം എടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? ആ ഉദ്ദേശത്തോടുകൂടി രമാനാഥ് ഒരു നുണ പറഞ്ഞു. ബാങ്കിൽ നിറയെ ബാലൻസ് ഇരിപ്പുണ്ട്. ഇസ്ലിയെ വ ഫിജുൽ ഖർച്ച് കർണെ നഹീ ചൂത്തി. അനാവശ്യ ചിലവുകൾ ചെയ്യാൻ ഒരിക്കലും മടി കാണിച്ചില്ല. രമാനാഥിനെ ഗഗ്ഗു കി ദുക്കാൻ സെ കർജ്ദാർ രൂപ में ചന്ദ്രഹാർ ഗലെ में पाने के लिए ജൂഡെ സജാനെ കെ ലിയെ ശീഷ് ഫൂൽ ഖരീദെ. രമാനാഥ് ഗഗ്ഗുവിൻ്റെ ആ കടയിൽ നിന്നും കടമായിട്ട് എന്ത് ചെയ്തു? ചന്ദ്രഹാർ കഴുത്തിൽ അണിയുന്നതിനും അവൾക്ക് അണിയുന്നതിന് വേണ്ടി ശീശ ഫൂൽ ആ തലയിൽ വെക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നു. ജാൽപാക്കി അഭിലാഷ പൂരി ഹുയി. ആ ജാൽപയുടെ ആഗ്രഹം പൂർത്തീകരിക്കുകയും ചെയ്തു. അഭിമാനിനി,
ജാൽപ വളരെയധികം അഭിമാനിയായിരുന്നു. ഷാദിക്ക് തുരന്ത് ബാദ് ഉസേ ചന്ദ്രഹാർ നഹി മിൽത്താ ഹെ, അവൾക്ക് ചന്ദ്രഹാരം ലഭിച്ചില്ല. ഉസ്കി മാം ഉസ്കെ ലിയെ ചന്ദ്രഹാർ ഭേജിത്തി, അവളുടെ അമ്മ അവൾക്ക് വേണ്ടി അവിടെ നിന്നും കൊടുത്തയച്ചു. ലേക്കിൻ ജാൽപ ഉസ്കാ തിരസ്കാർ കർത്തി, ജാൽപ അതിനെ നിരസിച്ചു. അപ്നെ പതി സെ ബൻവാ ലേത്തി ഹെ, ഭർത്താവ് നിർമ്മിച്ചു തരും. ഉസ്കെ വ്യവഹാർ കെ രമാനാഥ് കോ ഗബൻ കർണ പടുത്ത, ആ ഒരു പെരുമാറ്റമാണ് രമാനാഥിനെ മോഷ്ടാവാക്കി തീർത്തത്. ഉസ്കാ ഗൃൺ ബഡ്താ ജാത്ത, കടം വർദ്ധിച്ചു വന്നു. വ ഗർ ചോട്ട് കർ നിക്കൽ ജാത്ത, വീട് വിട്ടു പോകേണ്ടതായി വന്നു. ആഭൂഷൺ പ്രിയ ജാൽപ അപ്നെ സാരെ ആഭൂഷൺ ബേച്ച് കർ ഗൃൺ ചുക്കാത്തി ഹെ, ഒടുവിൽ അവളുടെ ആഭരണ പ്രിയതയെല്ലാം മാറുകയും അവളുടെ മുഴുവൻ സ്വർണത്തെയും ആഭരണങ്ങളെയും വിറ്റുകൊണ്ട് കടം മുഴുവൻ വീട്ടുന്നു. അപ്നെ പതിക്കെ കിയെ പറ്റാത്തി, തൻ്റെ ഭർത്താവ് ചെയ്തതിൽ പശ്ചാത്തപിക്കുന്നു. ലേക്കിൻ ഉസ്സെ വിരക്തി നഹി ഹോത്തി, ഒരിക്കലും വെറുത്തിരുന്നില്ല. ഉസേ ബഹുത് പ്യാർ കർത്തി ഹെ, വളരെയധികം സ്നേഹിച്ചു. ഉസേ ത്യാഗ്വതി നഹി, അതിൽ ഒട്ടും തന്നെ അവൾ വിഷമിച്ചില്ല. ഉസ്കെ പിതാജി ദീൻദയാൽ രമാനാഥ് കെ ഘർ സെ നിക്കൽ ജാനെ പർ ഉസേ ഘർ ലേ ജാനെ കെ ലിയെ ആത്തെ ഹെ, അവളുടെ അച്ഛൻ രമാനാഥ് വീട് വിട്ടു പോയ സമയത്ത് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നു. ലേക്കിൻ വ ഉസ്കെ സാത്ത് നഹി ജാത്തി, അച്ഛനോടൊപ്പം പോകാൻ തയ്യാറായില്ല. ഉസ്നെ ദിയെ രുപയെ ബി നഹി അപ്നാത്തി ഹെ, അവൾ അച്ഛൻ കൊടുത്ത പൈസയും വാങ്ങിച്ചില്ല. आदर्श पत्नी, जाल्पा आदर्श पत्नी है। उसे मालूम होता है कि उसके വിലാസിത കെ കാരണം ഉസ്കെ പതി ചോരി കർണേ ലഗേ ഹെ, അവൾക്കറിയാമായിരുന്നു തൻ്റെ ഈ സുഖലോലുപത കാരണമാണ് ഭർത്താവിന് കളവ് ചെയ്യേണ്ടതായി വന്നത്. വ അപ്നി വിലാസിത ബിൽക്കുൽ ഭൂൽ ജാത്തി, തൻ്റെ എല്ലാ സുഖങ്ങളും അവൾ മറന്നു. വിലാസിത കി സബി വസ്തുയെ വ ഗംഗാമേ ബഹാ ദേത്തി, ആ വിലാസിതയ്ക്ക് വേണ്ടിയുള്ള എന്തെല്ലാം വസ്തുക്കൾ വാങ്ങി അതെല്ലാം അവൾ ഉപേക്ഷിച്ചു. ഉസ്കാ വ്യക്തിത്വ നിക്കർണേ ലഗി, അവളുടെ വ്യക്തിത്വത്തെ അവൾ തിരിച്ചറിഞ്ഞു. യഹി നഹി അപ്നെ പതി കാ പത ലഗാനെ കെ ലിയെ വാദക് പ്രയത്ന കർത്തി, ഭർത്താവ് എവിടേക്കാണ് വീട് വിട്ട് പോയത്, വീട്ടിൽ നിന്നും പോയത് എന്നറിയാൻ വേണ്ടി അവൾ ധാരാളം പരിശ്രമിച്ചു. അപ്നെ പ്രയത്നോം കെ ഫലസ്വരൂപ് ജബ് ഉസേ മാലൂം ഹോത്താ ഹെ കി രമാനാഥ് കൽക്കത്തെ മേം ഹെ, ഉസ്കാ കോജ് മേ അൽപ വ്യസ്ക് ഗോപി കെ സാത്ത് അകേലെ ഹി നിക്കൽ ജാത്തി ഹെ, തൻ്റെ പ്രയത്നത്തിൻ്റെ അവസാനം അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു തൻ്റെ ഭർത്താവായ രമാനാഥ് കൽക്കത്തയിലുണ്ട്, അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി കഴിയുകയും ചെയ്തു. അവൾ അതിനുവേണ്ടി ഒറ്റയ്ക്ക് പോവുകയും ചെയ്തു. ഏക് മഹാനഗർമേ അപ്നെ പതിക്കോ ഡൂഡ്നെ കാ ഉസ്കാ വിശ്വാസ് തഥാ സാഹസ് പാഠകോം കെ മൻമേ ഉസേ ഏക് അലഗ് സ്ഥാൻ പ്രാപ്ത് കർണേമേ സഹായക ബൻത, ഇത്രയും വലിയ ഒരു മഹാനഗരത്തിൽ തൻ്റെ ഭർത്താവിനെ അന്വേഷിക്കുന്നതിന് വേണ്ടി പോകുന്ന അവളുടെ വിശ്വാസവും ധൈര്യവും വായിക്കുന്നവരുടെ മനസ്സിൽ അവൾക്ക് ഒരു പ്രത്യേകമായൊരു സ്ഥാനം തന്നെ കൊടുക്കാൻ സഹായകമായി തീരും. അനുപമ, കൽക്കത്തമേ ആദർശ പത്നി ജാൽപ അനുപമ ബൻകർ ചമക്തി, വളരെയധികം നല്ല രീതിയിൽ തിളങ്ങാനായി അവൾക്ക് കഴിഞ്ഞു. രാഷ്ട്രക്ക് സമസ്യാവോമ്യം സേ ജോഡ്കർ മുംഷി പ്രേംചന്ദിനെ ഉസ്കെ ചരിത്രക്കോ ഉന്നതം ബനാ ദിയാ ഹെ, രാഷ്ട്രത്തിൻ്റെ ആ പ്രശ്നങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രേംചന്ദ് ആ ചരിത്രത്തെ വളരെയധികം ഉയർന്നതാക്കി തീർത്തു. ഉസേ ജബ് മാലൂം ഹോത്താ ഹെ കി അപ്നാ പതി രമാനാഥ് ക്രാന്തികാരിയോം കെ വിരുദ്ധ गवा देकर पुलिस का पक्ष लेने वाले है बहुत दुख का അനുഭവ करती है, അവൾക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞു തൻ്റെ ഭർത്താവ് രമാനാഥ് വിപ്ലവകാരികൾക്ക് എതിരായിക്കൊണ്ട് സാക്ഷി പറയുകയും പോലീസിൻ്റെ ഭാഗം വളരെയധികം അവൾ ദുഃഖം അനുഭവിക്കുകയും ചെയ്തു. പഹലി ബാർ അപ്നെ പതിക്ക് വിരുദ്ധ ഭാവന മന്മേ ഉത്പന്ന ഹോത്തി, അപ്പോഴാണ് അവളുടെ മനസ്സിൽ ഭർത്താവിനെതിരായിട്ടുള്ളൊരു ഭാവന ഉണ്ടായിത്തീരുന്നത്. അപ്നെ പതി കോ സബക് സിക്കാനെ കെ ലിയെ വ ക്രാന്തികാരി ദിനേഷ് കെ ഘർ മേ സേവാ കർണേ ലഗ്തി ഹെ, തൻ്റെ ഭർത്താവിനെ ഒരു പാഠം പഠിപ്പിക്കുന്നതിൻ്റെ കാരണത്തിന് വേണ്ടി വിപ്ലവകാരിയായ ദിനേഷിൻ്റെ വീട്ടിൽ അവൾ സേവനത്തിന് നിൽക്കുന്നു. അപ്നെ പതിക്ക് ഇസ് വ്യവഹാർ സേ രമാനാഥ് കാ ദിൽ ബദൽ ജാത്താ ഹെ, തൻ്റെ ഭാര്യ ഇപ്രകാരം ചെയ്തതിൽ തൻ്റെ മനസ്സ് വളരെയധികം മാറുകയും ചെയ്യുന്നു. വ ക്രാന്തികാരിയും കാ പക്ഷിലേലേത്ത, വിപ്ലവകാരികൾക്ക് അവൾ കൂട്ടുനിന്നു. അപ്നെ പതി കോ സത്യ തഥാ നിരപരാധിയും കോ പക്ഷ് ലേനെ കെ ലിയെ മസ്ബൂത്ത് ബനാക്കർ വ അനുപമ സിദ്ധ ഹോത്തി ഹെ, തൻ്റെ ഭർത്താവിൻ്റെ സത്യത്തിൻ്റെയും നിരപരാധികളുടെ പക്ഷത്തിൽ നിൽക്കുന്നതിന് വേണ്ടി ഉറച്ചു നിന്നുകൊണ്ട് വളരെയധികം അനുപമമായി നല്ല രീതിയിൽ തന്നെ തെളിയിക്കാൻ അവൾക്ക് കഴിഞ്ഞു. സാഹസ് തഥാ നിഡരത കെ സാത്ത് വ പുലീസ് കെ ഷഡയന്ത്ര കാ പദാഫർഷ് കർത്തി ഹെ, വളരെയധികം ധൈര്യത്തോടും പേടിയില്ലായ്മയോടും കൂടി പോലീസിൻ്റെ ആ ഗൂഢതന്ത്രങ്ങളെയെല്ലാം ഇല്ലാതാക്കാനും കഴിഞ്ഞു. ഉപന്യാസ്
के प्रारंभ में आभूषण प्रिय तथा विलासिता प्रिय के रूप में आने वाली जाल्पा उपन्यास के अंत में एक महान नारी का पात्र निभाती है. പ്രേംചന്ദിൻ്റെ ഈ നാടകത്തിലൂടെ ഉപന്യാസത്തിൻ്റെ ആദ്യത്തിൽ വളരെയധികം ആഭൂഷണപ്രീതം സുഖലോലുപതയുടെയും രൂപത്തിൽ കാണിച്ചിരുന്ന ജാൽപയെ ആ നോവലിൻ്റെ അവസാനമാക്കുമ്പോഴേക്കും വളരെയധികം മഹാനായ ഒരു നാരിയുടെ രൂപത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. एक आदर्श भारतीय नारी के रूप में वह पाठकों के मन में स्थान पाती है. ആദർശമായ ഭാരതീയ സ്ത്രീയുടെ രൂപത്തിലാണ് വായിക്കുന്നവരെ മുന്നിൽ സ്ഥാനം നേടിയെടുത്തത്. उसकी निडरता साहस बुद्धि तथा दृढ़ता के कारण वह सबकी नजरों में ആദരണീയ സ്ഥാൻ പാത്തി ഹെ. അവളുടെ പേടിയില്ലായ്മയും ധൈര്യവും ബുദ്ധിയും ദൃഢതയും എല്ലാം കാരണം തന്നെ എല്ലാവരുടെ കണ്ണിലും അവൾ വളരെയധികം ബഹുമാനിപ്പിക്കപ്പെട്ട ഒരു സ്ഥാനം അവൾക്ക് നേടാനായി കഴിഞ്ഞു. ജാൽപ ഭാരത് ക ജ്വലന്ത് നാരി ക പ്രതീക് ഹെ. ജാൽപ ഭാരതത്തിലെ ഒരു നല്ലൊരു സ്ത്രീത്വത്തിൻ്റെ പ്രതീകമാവുകയും ചെയ്തു. अपने जीवन को आदर्शमय बनाने के साथ साथ वह दूसरों के लिए भी प्रेरणा देती है. തൻ്റെ ജീവിതത്തിന് ആദർശമയമാക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രേരണ കൊടുക്കുന്നു. ബഡി ബഡി ആംഖോം വാലി ജാൽപ അന്തമേ ബഡേ ദിൽ വാലി സിദ്ധ ഹോത്തി ഹെ. ആ ഭംഗിയുള്ള ആ ജാൽപ അവസാനത്തിൽ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ രണ്ടാമത്തെ ചരിത്രചിത്രമാണ് രമാനാഥ്. രമാനാഥ് എന്നുള്ളത് ജാൽപയുടെ ഭർത്താവാണ്. उपन्यास सम्राट मुंशी प्रेमचंद उन्नतम उपन्यास गबन का नायक है രമാനാഥ്. മുൻഷി പ്രേംചന്ദ് ജിയുടെ ഈ നോവലായ ഗബനിലെ നായകനാണ് രമാനാഥ്. अपनी आकर्षक शैली तथा उन्नतम विचारों के समाज के साथ व्यक्ति की भी यथार्थता प्रकाश डालने मुंशी प्रेमचंद रमानाथ के द्वारा फिजुल खर्च तथा आडंबर प्रिय मनुष्य के गुणों पर प्रकाश डालते हैं. മുൻഷി പ്രേംചന്ദ് ജി ഇതിലൂടെ ചിത്രീകരിക്കുന്നത് രമാനാഥിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്ന അനാവശ്യ ചിലവുകളും ആഡംബരപ്രിയനായിട്ടുള്ള മനുഷ്യൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് കാണിക്കുന്നത്. വിലാസപ്രിയ ബച്ചപ്പൻ സേ ഹി രമാനാഥ് വിലാസ് പ്രിയ ടഹർത്ത ഹെ. കുട്ടിക്കാലം മുതൽ തന്നെ വളരെയധികം സുഖലോലുപനായിരുന്നു രമാനാഥ്. വ ദയാനാഥ് കാ ജ്യേഷ്ഠ പുത്ര ഹെ. ഏക് അതി आधुनिक मध्य वर्ग परिवार के युवक के रूप में इसका चित्रण इस उपन्यास में किया जाता है. ദയാനാഥിൻ്റെ മകനാണ്. ആധുനിക മധ്യവർഗ കുടുംബത്തിലുള്ള യുവാവിൻ്റെ രൂപത്തിലാണ് ഈ നോവലിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. രമാനാഥ് പഠായിമേ ബിൽക്കുൽ ധ്യാൻ നഹീം ദേത്ത. പഠിപ്പിൽ യാതൊരുവിധ ശ്രദ്ധയും പുലർത്തിയിരുന്നില്ല. अपने पारिवारिक स्थिति के कारण वह कॉलेज में नहीं पढ़ सका. തൻ്റെ കുടുംബ അന്തരീക്ഷ കാരണം കോളേജിൽ പഠിക്കുവാനും കഴിഞ്ഞിട്ടില്ല. ഉസ്കാ ഗുണോം പർ പ്രകാശ് ഡാൽത്തെ ഹുയെ പ്രേംചന്ദ് ലിഖ്തേ ഹെ ഇധർ 2 സാൽ സേ വ ബേക്കാർ ദ. 2 വർഷമായി തന്നെ ഒരു പണിയും ഇല്ലാതെ ഇരിക്കുകയാണ്. ശതരഞ്ച് ഖേൽന ഷെയർ ഷപ്പാട്ടെ കർത്ത മാം ഓർ ചോട്ടെ ബായിയോം പർ രോബ് ജമാന ഫിർത്താദ. ചെസ്സ് കളിക്കുക, അവിടെയും ഇവിടെയും ചുറ്റിത്തിരിയുക, അമ്മയോടും ചെറിയ സഹോദരന്മാരുമെല്ലാം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ദോസ്തോം കെ കാരണം ഉസ്കി ഹർ ഇച്ഛാക്കി പൂർത്തി ഹോ ജാത്തി തി. കൂട്ടുകാർ കാരണം എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുമായിരുന്നു. കിസി കാ ചെസ്റ്റർ മാംഗ്ലിയ ഷാം കോ ഹവ കാനെ നിക്കൽ ജാത്ത. ആരുടെയെങ്കിലും എല്ലാം ഡ്രസ്സ് അതെല്ലാം വാങ്ങിയിട്ടുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ കാറ്റ് കൊള്ളാനായിട്ട് പോകും. किसी का पंशु किसी के गड्डी कभी बनारसी फैशൻസോ ലക്നവി ഫാഷൻ മേ ഗൂംത. ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് നടക്കുക. കൂട്ടുകാരിൽ നിന്നും കടം വാങ്ങിയ ഷൂ അല്ലെങ്കിൽ നല്ല വാച്ചുകൾ, അതല്ലെങ്കിൽ ബനാറസി ഫാഷനിലുള്ള ഡ്രസ്സുകൾ, ലക്നൗ ഫാഷനിലുള്ള ഡ്രസ്സുകൾ, ഇപ്രകാരമെല്ലാം ഇട്ട് എല്ലാവിടെയും നടക്കുക. 10 मित्रों ने एक एक कपड़ा बनवा दिया तो 10 सूट बदलने का साधन बन जाता. 10 പേര് 10 വസ്ത്രം കൊടുക്കുകയാണെങ്കിൽ അതിനെ മാറ്റി മാറ്റി ഇട്ട് നടക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അത്രയും സുഖലോലുപതയിൽ ജീവിക്കാൻ മാത്രമാണ് രമാനാഥ് പഠിച്ചിരുന്നത്. ദായിത്വ ബോധക അഭാവ്. ഉത്തരവാദിത്വ ബോധത്തിൻ്റെ കുറവ് ഉണ്ടായിരുന്നു. ബച്ചപ്പൻ സേ ഹി രമാനാഥ് കെ ദായിത്വ ബോധക അഭാവത. കുട്ടിക്കാലം മുതൽ തന്നെ രമാനാഥിന് ഉത്തരവാദിത്വ ബോധത്തിൻ്റെ കുറവുണ്ടായിരുന്നു. വ കിസി ബി കാര്യമേ പൂർണ്ണ മനസ്സേ നഹീം കർത്ത. നല്ല നിറഞ്ഞ മനസ്സോടുകൂടി ഒരു ജോലിയും ചെയ്യുമായിരുന്നില്ല. അപ്നെ പരിവാർ കെ വാസ്തവിക് ആർത്തിക് സ്ഥിതി കോ അപ്നെ മിത്രോം സേ മാത് നഹി അപ്നെ പത്നി സേ ബി ചിപ്പാത്ത. തൻ്റെ കുടുംബത്തിൻ്റെ വാസ്തവികമായ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കൂട്ടുകാരോട് മാത്രമല്ല സ്വന്തം ഭാര്യയോട് പോലും മറച്ചുവെച്ചു. അപ്നെ പരിവാർ തഥാ ആർത്തിക് അവസ്ഥയ്ക്ക് ബാരേമേയും ബടാ ചടാക്കർ ബാത്തേം കർത്ത. തൻ്റെ കുടുംബത്തെയും കുടുംബത്തിലെ സാമ്പത്തികമായ അവസ്ഥയെയും കുറിച്ചും വലുതാക്കി കാണിക്കലായിരുന്നു എപ്പോഴും ചെയ്തിരുന്നത്. സദാ ആഡംബർ പ്രിയരത്ത. എന്നും ആഡംബരത്തോടു കൂടി ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. ഫിജുൽ ഖർച്ച് കർത്താരത്ത. അനാവശ്യ ചെലവുകൾ ചെയ്തുകൊണ്ടിരുന്നു. വിവാഹ് കെ ബാദ് ബി ഉസ്കാ സ്വഭാവ്
കബി നഹി ബദൽത്ത. വിവാഹശേഷവും ആ സ്വഭാവം ഒരിക്കലും മാറിയില്ല. പത്നി സെ പ്യാർ. രമാനാഥ് അപ്നെ പത്നി സെ ബഹുത് പ്യാർ കർത്താ ഹെ. രമാനാഥ് തൻ്റെ ഭാര്യയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അപ്നി സുന്ദരി പത്നിക്ക് ഹർ ഇച്ഛാക്കി പൂർത്തി കർണ ചാത്ത ഹെ. തൻ്റെ ഭംഗിയുള്ള ഭാര്യയുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഗഹനെ കപ്പടി ആദേ സബ് കുച്ച് ക്ഷൺ ഭർമേ പത്നിക്കോ ദിലാ ദേത്തെ. ആഭരണങ്ങളായാലും വസ്ത്രങ്ങളായാലും എന്തു തന്നെയായാലും നിമിഷ നേരം കൊണ്ട് മുന്നിലേക്ക് എത്തിക്കുമായിരുന്നു. പത്നി മാതൃകേലിയെ വ നൗക്കരി മേ ലഗ് ജാത്ത. ഭാര്യയ്ക്ക് വേണ്ടി ജോലിക്ക് പോകാനായി തുടങ്ങി. വ അപ്നി പത്നിക്കേലിയെ കീമത്തി സാഡിയാൻ ദിലാത്ത. വിലപിടിച്ച സാരികളെല്ലാം വാങ്ങിക്കുമായിരുന്നു. ആഭൂഷൺ ദിലാത്ത. ആഭരണങ്ങളെല്ലാം വാങ്ങിക്കുമായിരുന്നു. ഹർ രൂപമേ അപ്നി പത്നിക്കോ വ സുഖി ദേഖ്ന ചാത്ത. ഏത് രീതിയിലായാലും തൻ്റെ ഭാര്യ സുഖമായിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ചോർ. അപ്നി പത്നിക്കോ സുഖമായി ദേഖ്നെ കെ ലിയെ വ റിശ്വത്തിലെത്ത. തൻ്റെ ഭാര്യയെ സുഖമയമായി കാണുന്നതിന് വേണ്ടി, ഭാര്യയുടെ സുഖത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചു. ഗൃൺ ലേത്ത. കടം വാങ്ങിച്ചു. ഗൃൺ കാ ബാർ ജബ് സഹാ നഹീ ജാത്ത തബ് വ അപ്നി പത്നിക്ക് ഗഹനെ ചോരി കർത്ത. കടത്തിൻ്റെ ഭാരം കൂടി വന്നപ്പോൾ സഹിക്കാൻ കഴിയാതെ തൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ തന്നെ മോഷ്ടിച്ചു. ദഫ്തർ കെ പൈസ ലേത്ത. ഓഫീസിൽ നിന്നും പൈസ കൊണ്ടുവന്നു. ഹർ രൂപ് സെ ഹാർ ജാനെ പർ വ ചോരി കർക്കെ പക്കടാ ജാത്ത തബ് ഘർ കെ ബാഹർ നിക്കൽ ജാത്ത. എല്ലാ രീതിയിലും തോറ്റുപോയ സമയത്ത്, കള്ളത്തരം പിടിക്കപ്പെടുകയും ചെയ്ത സമയത്ത് വീട് വിട്ടു പുറത്തു പോവുകയും ചെയ്തു. കിയെ പർ പച്താവ. ചെയ്തതിൽ പശ്ചാത്തപിക്കുക. ഘർ ചോഡ്കർ ജബ് കൽക്കത്ത ജാത്ത തബ് പുലീസ് കെ പ്രലോഭൻ തഥാ ധമക്കി से क्रांतिकारियों के विरुद्ध गवाही देने तैयार हो जाती है. വീട് വിട്ടു പോയ സമയത്ത് കൽക്കത്തയിൽ എത്തിച്ചെന്നുപെട്ടു. പോലീസുകാരുടെ പ്രലോഭനവും ആ ഭീഷണിയും കൊണ്ട് വിപ്ലവകാരികൾക്ക് എതിരായിക്കൊണ്ട് സാക്ഷി പറയാനായി തയ്യാറായി. അപ്നെ പതി സെ മിൽനെ ഉനേം ഘർ ലാനെ ജാൽപ വഹാൻ ജാത്തി. തൻ്റെ ഭർത്താവിനെ കണ്ടുപിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനായി ജാൽപയും കൽക്കത്തയിലെത്തി. जब उसे मालूम होता है कि अपना पति रमानाथ क्रांतिकारियों के विरुद्ध गवाह देकर पुलिस का पक्ष लेने है തബ് ബഹുത് ദുഃഖ അനുഭവ കർത്തി. അവിടെ എത്തിയ സമയത്ത് അവൾക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞു തൻ്റെ ഭർത്താവ് രമാനാഥ് വിപ്ലവകാരികൾക്കെതിരായിക്കൊണ്ട് സാക്ഷി പറയുകയും പോലീസിൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് വളരെയധികം ദുഃഖം അനുഭവിക്കുകയും ചെയ്യുന്നു. പഹലി ബാർ അപ്നെ പതി കെ വിരുദ്ധ ഭാവന ഉസ്കെ മൻമേ ഉത്പന്ന ഹോത്തി. ഭർത്താവിനെക്കുറിച്ചുള്ള തെറ്റായ ഒരു ഭാവന അവളുടെ മനസ്സിൽ ആദ്യമായി കടന്നുകൂടി. അപ്നെ പതി കോ സബക് സിക്കാനെ കെ ലിയെ വ ക്രാന്തികാരി ദിനേഷ് കെ ഘർ മേ സേവ കർനെ ലഗ്തി. തൻ്റെ ഭർത്താവിനൊരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി അവൾക്ക് വിപ്ലവകാരിയായ ദിനേഷിൻ്റെ വീട്ടിൽ ജോലി ചെയ്യാനായി തുടങ്ങി. അപ്നെ പത്നി കെ ഇസ് വ്യവഹാർ സെ രമാനാഥ് കാ ദിൽ ബദൽ ജാത്ത. തൻ്റെ ഭാര്യയുടെ ഈ പെരുമാറ്റത്തിൽ രമാനാഥിൻ്റെ മനസ്സ് മാറുന്നു. രമാനാഥ് കാ മൻ പരിവർത്തൻ ഹോത്ത. മനസ്സ് മാറിപ്പോവുകയും ക്രാന്തികാരിയും കാ പക്ഷലേത്ത. വിപ്ലവകാരികൾക്ക് പക്ഷം പിടിക്കുകയും ചെയ്തു. വ കഹ്താ ഹെ ഷായദ് 2-4 സാൽ കെ ലിയെ സർക്കാരിക്ക് മേമാനി കാനിപ്പെടുത്തി. 2-3 വർഷത്തിന് ഗവൺമെൻറ് ആ ഒരു അതിഥിയായി ഇരിക്കേണ്ടി വരും. മിസ്കാ ബൈ നഹീം ജീത്ത രഹാത്തോ ഫിർ ബേൺ ഹോഗി. ജയിച്ചു വരികയാണെങ്കിൽ വീണ്ടും കാണാം. നഹി മേരി ബുരായിയും കാ മാഫ് കർണ ഔർ മുജെ ഭൂൽ ജാന. അതല്ലെങ്കിൽ എൻ്റെ തെറ്റുകളെ മാപ്പ് തരുകയും എന്നെ നീ മറക്കുകയും ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. തുമ്പി ദേവി ദാദ അമ്മ മേരെ അപരാധ് ക്ഷമാ കർണ. നീ ദേവിയാണ്, മുത്തശ്ശിയാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ എല്ലാ തെറ്റുകളും നീ പൊറുക്കണമെന്ന് രമാനാഥ് ജാൽപയോട് ആവശ്യപ്പെട്ടു. उपन्यास के प्रारंभ में विलासिता का रूप बनकर आने वाला रमानाथ अंत में बिल्कुल बदल जाता. ഉപന്യാസത്തിൻ്റെ തുടക്കത്തിൽ സുഖലോലുപതയുടെ രൂപത്തിൽ കാണാൻ കഴിഞ്ഞിരുന്ന രമാനാഥ് പിന്നീട് അവസാനം എല്ലാം മാറിപ്പോയി. അപ്നെ സ്വാർത്ഥ തഥാ ഗൽത്തിയും പർ പശ്ചാത്തേ ഹുയെ വ ക്രാന്തികാരിയും കാ പക്ഷലേത്ത. സ്വാർത്ഥതയുടെയും തെറ്റുകളെയും പശ്ചാത്തപിച്ചുകൊണ്ട് വിപ്ലവകാരികളുടെ പക്ഷം നിന്നു. ദേശ് കാ പക്ഷലേത്ത. ദേശത്തിന് വേണ്ടി പ്രയത്നിച്ചു. അപ്നെ കിയെ പർ പച്തായേ ഹുയെ സബ്കെ മാഫി മാംഗ്നെ ലഗ്ത. താൻ ചെയ്ത പ്രവൃത്തികൾക്ക് എല്ലാം പശ്ചാത്തപിക്കുകയും അതിന് മാപ്പ് ചോദിക്കാനായി തുടങ്ങുകയും ചെയ്തു. രമാനാഥ് കാ പാത്ര ആജ് കെ സമാജ് കെ കുച്ച് സ്വാർത്ഥി ലോകം കെ ജീവൻ സെ മിൽത്താ ജുൽത്താ ഹെ. രമാനാഥിൻ്റെ ഈ കഥാപാത്രം ഇന്നത്തെ സമൂഹത്തിലെ കുറിച്ച് സ്വാർത്ഥിയായ ജനങ്ങളുടെ ജീവിതവുമായിട്ടുള്ള ഒരു ഇടകലരാണ് കാണാൻ കഴിയുന്നത്. അന്ത്മേവ അപ്ന സാരാ കോ കർമ്മ ചോട്ത്താ ഹെ. അവസാനം തൻ്റെ എല്ലാ ചീത്ത പ്രവൃത്തികളും ഉപേക്ഷിക്കുന്നു. പാഠകവും കെ മന്മേ വ സ്ഥാൻ പാത്താ ഹെ. വായിക്കുന്നവരെ മനസ്സിലേക്ക് നല്ലൊരു സ്ഥാനം പിടിച്ചു പറ്റാനും രമാനാഥിന് കഴിയുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.